റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ ബയോഗ്രഫി വായിക്കുമ്പോൾ അവിടുത്തെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും മാ കാന ഫാഹിഷൻ വലാ മുതഫഹിഷ വലാ സഖാബൻ ഫിൽ അസ്വാഖ്. പുണ്യനബി അങ്ങാടികളിൽ ഒച്ച വെച്ച് നടക്കുന്നവരായിരുന്നില്ല. അങ്ങാടികളിൽ ബഹളം വെക്കുക അങ്ങനെ ആവരുത്. എപ്പോഴും ഒച്ച വെച്ച് സംസാരിക്കുക. അത് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഇച്ചിരി അതിന്റെ ഖനം കുറയുന്നതാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് പറയുന്നു, മോനെ, നടത്തം പക്വമായ നടത്തമാവണം, ഭവ്യതയുള്ള പക്വതയുള്ള നടത്തമാവണം. നിന്റെ ശബ്ദം മോനെ താഴ്ത്തണം. എന്തുകൊണ്ട്? ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. കഴുത ഒച്ച വെച്ചാണ് അത് പൂക്ക്, അതിന്റെ സൗണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒച്ച വെച്ച് സംസാരിക്കരുത്. ശബ്ദം മിതമായിട്ട് ഉപയോഗിക്കുക. നമ്മൾ പൊതുവെ ഇച്ചിരി സൗണ്ട് കൂടിയ ആൾക്കാരാണ് മലയാളികൾ. നമ്മുടെ ഭാഷ അങ്ങനെയാണ്, നമ്മുടെ വർത്തമാനത്തിന്റെ രീതി അങ്ങനെയാണ്. നമ്മൾ മെല്ലെ പറയുകയാണെങ്കിലും അത് ഒച്ചയിലാണ് ആയി പോവുക. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ പ്രത്യേകിച്ച് മറ്റു ഭാഷക്കാരുടെ ഇടയിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, വല്ല ട്രെയിനിലോ വല്ല യാത്രയിലോ വേറെ ഏതെങ്കിലും നാട്ടിലോ ഒക്കെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ശബ്ദവും ഒച്ചപ്പാടും ബഹളമൊക്കെ മറ്റു നാട്ടുകാർക്ക് ഭയങ്കരമായ അരോചകമായിട്ട് തോന്നുന്നുണ്ട്. ചിലരൊക്കെ പറയത്, ചിലരൊക്കെ സഹിച്ചു മിണ്ടാണ്ട പോകലാണ്. അവിടുന്ന് എഴുന്നേറ്റ് പോകും. ഇവന്മാരുടെ ഇടയിൽ നിന്ന് ചെവി പൊട്ടിപ്പോകുന്നു. നമ്മൾ അങ്ങനെ ഉറക്കെ സംസാരിക്കും. നമുക്ക് അങ്ങനെ അറിയുള്ളൂ. എന്തിനാണത് അങ്ങനെ ഉറക്കെ പറയുന്നതെന്ന് അറിയില്ല. ശബ്ദം താഴ്ത്തേണ്ടടുത്ത് താഴ്ത്തി തന്നെ സംസാരിച്ച് ശീലിക്കുക. ഉറക്കെ പറയും, ഒരാളെ കേൾപ്പിക്കണം. ഉറക്കെ പറയും.